എന്താ പതിവില്ലാണ്ട് ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ പരിപാടി. ഇന്ന് ഞങ്ങൾ പാലക്കാട് ഹോസ്പിറ്റലിൽ പോയി മഴ കൊണ്ട് നനഞ്ഞു വന്ന്. എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ വരുമ്പോഴേക്കും ചോറ് വെക്കി, കറി ഫ്രിഡ്ജിൽ ഞങ്ങളെന്താ പറയാ ഇതിപ്പോ ആശുപത്രി പോയല്ലോ ആ ദിവസത്തൊക്കെ പറഞ്ഞൊരു 3-4 മണിയാകുമ്പോൾ വരുമ്പോ ഞങ്ങളുടെ ഓർമ്മ പറ്റില്ല. ഞങ്ങൾ ഇന്ന് റിയാലോണ്ടിരിക്കണേ. എനിക്കറിയാമെന്നു അത് കണ്ടത്. അത് പറഞ്ഞിട്ട് പോണത് അച്ഛനോടെയും കേട്ടതാ. ചോറ് വെക്കി, ഒരു ഉപ്പേരി എന്തെങ്കിലും വെക്കുക. ശരി ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിയില്ല. നല്ല മഴ. ലുലുവിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ. എന്നിട്ടും കുറച്ച് പോയി, പക്ഷെ മുഴുവനും നനഞ്ഞ അച്ഛൻ്റെ ഡ്രസ്സിലൊക്കെ ചെളി തെറിച്ച്. ഞാൻ പിന്നെയും നനഞ്ഞാലിട്ടിട്ട് പോയായിരുന്നു. അച്ഛൻ പറഞ്ഞു ആകെ ചെളി ആയതുകൊണ്ട് എങ്ങനെ പോവുകയെന്ന്. അപ്പോൾ ആൾക്ക് അതൊരു ബുദ്ധിമുട്ട്, ചെളിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അതാ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ചോറും വെച്ചിട്ടില്ല, ഒന്നും വെച്ചില്ല. ഇവിടെ വന്ന് ഞാൻ പകുതിന്ന് വിളിച്ച് പറയും. എനിക്ക് ഇവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഇവർക്ക് ചീത്ത കേൾക്കണ്ട അച്ഛൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഫോൺ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരണണ്ട്, ഗേറ്റ് തുറന്നിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇവൻ വേഗം പോയിട്ട് അവളോട് പറഞ്ഞു, ആളു അമ്മ എത്താറായി, വേഗം എന്തേലൊക്കെ ചെയ്തോ. എന്നിട്ടെന്താ ചോറടപ്പത്ത്, ഉപ്പേരിക്ക് പയറൊക്കെ പൊടിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തില്ല. എന്നിട്ട് ചെയ്യണ പണിയിടുന്നത് സോയ വേണം, സോയയും കൊണ്ട് അവന് പട്ടക്കറി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി തന്നെ ഉണ്ടാക്കി തരാം. ഡ്രൈ ഫ്രൈ ഇതിൻ്റെ ഒക്കെ പറയില്ല. ഇവരും കൂടി പ്രായമാകുമ്പോൾ അറിയും. ശരീരത്തിൽ ഓരോന്ന് കയറി കൂടുമ്പോൾ അറിഞ്ഞോളും. എന്ത് ഫിറ്റ് ഇപ്പോഴാണ് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനങ്ങാൻ വയ്യ, ടച്ചിട്ട് കയ്യും നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. പക്ഷെ ചെയ്തുങ്ങളല്ലേ പറഞ്ഞ അമ്മ എക്സസൈസ് ചെയ്യുന്നാലേ ശരിയാവുള്ളൂ. പക്ഷെ അത് ചെയ്യാണ്ട് ചെയ്യാൻ സുഖാലും തോന്നിയിട്ട് കാര്യമില്ല. പതുക്കെ ചെയ്യണേ, അല്ലെങ്കിൽ കടപ്പിലാവും. പതുക്കെ തന്നെയാടാ ഞാൻ ചെയ്യണത്. ഒരു ദിവസം ഒരു 5 എണ്ണം ചെയ്താൽ പിന്നെ ഇന്നലെ ഞാനൊക്കെ ഞാൻ 1 ചെയ്തുള്ളൂ. അത്രേ വയ്ക്കുള്ളൂ. സാധിക്കണ്ടേ ചെയ്യാൻ. ഉണ്ണിക്കുട്ടന് ജിമ്മിന് പോകാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് നീ ഒറ്റയ്ക്ക് ചെയ്യാറാകുമ്പോൾ അതിലേക്ക് പോവുക. അപ്പം അടുക്കള സ്ലാബിൻ്റെ മുകളിലിരുന്നിട്ട് സോയ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. കട്ട് ചെയ്യാൻ സോയൊക്കെ കട്ട് ചെയ്ത് തരും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നേരാക്കി തരില്ല. സവാള അരി അങ്ങനെയൊക്കെ കൂടെ കുട്ടികൾ നിൽക്കണ്ടേ. അവളിതാ ഇതാണ് നമ്മുടെ ഇവർക്ക് പണി എന്താ അറിയോ, ഫോണിൽ ഒരുത്തെന്താ ഒന്ന് കണ്ടിട്ട് എന്നോട് ഉണ്ടാക്കി തരാൻ പറയണത്. അടുത്തത് നമുക്കൊന്നത് ഉണ്ടാക്കിയാലോ എന്നൊക്കെയാണ് ഉള്ള പണി പരിപാടി. എന്ത് നീ മിണ്ടാതിരുന്നോ ഉണ്ണിക്കുട്ടാ? ഞാനത് ആണ്, നീ ഇതിരി മിണ്ടാതിരുന്ന. അത് നല്ല പൈസ വേണം. ഒന്നാമത് ഞാനും ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. നീ ഞാൻ എന്നെ അതിലേക്ക് കൊണ്ടുവരും. അത് കണ്ടാ ഞാൻ കഴിക്കും. അച്ഛൻ ചീത്ത അറിയുന്നു. കണ്ട ചീത്ത അറിയും. ആര് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ ആ സാധനം ആൾക്ക് ഇഷ്ടമല്ല. നമ്മൾ കഴിക്കുമ്പോൾ ചീത്ത അറിയും. വേഗം പണി ചെയ്യണ, സ്പീഡിൽ ചെയ്ത്. സമയം 1 മണി കഴിഞ്ഞടാ. എനിക്ക് എക്സസൈസ് ചെയ്ത കാരണം അനങ്ങാൻ വയ്യ ഉണ്ണിക്കുട്ടാ. ഞാൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മഴ കാരണം വരണ്ട. അങ്ങനെ തന്നെ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കൂടെ പോകും. അപ്പം അച്ഛൻ മഴയാണ് നാളെ പോകും. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതിന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിട്ടില്ല എക്സസൈസ്. രാത്രി എങ്ങനെയാ വീഡിയോ കാണുക? അച്ഛൻ 5 മണിക്കാ പോണത്. അപ്പൊ പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും? ഞാൻ എടുത്തു തരാം.
ഞാൻ വീഡിയോ എടുത്തിട്ട് വരും. ഗേറ്റിന്റെ പുറത്തേക്ക് വിളിക്കാൻ ഞങ്ങൾ അറിയിക്കാത്തപ്പോ പോയി പറഞ്ഞാൽ അങ്ങനെ അറിയും. അച്ഛണ്ടല്ലോ തെളിവിന്. അച്ഛങ്ങളെ പറയുമ്പോൾ അച്ഛൻ പറയും. അങ്ങനൊന്നും പറയില്ല. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ല, ഉള്ളത് പോലെ അച്ഛൻ പറയും. ഇല്ലാന്ന് പറയും. വേഗം മുറുക്കിയേ, എന്നിട്ട് വേണം അതിൽ അത് ഫ്രൈ ആക്കിയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരയ്ക്കണം. പയറുപ്പേരിക്ക് ചോറടുപ്പത്ത് 4 മണിക്ക് ചോറുണ്ടാകുന്നു. ഞങ്ങൾ മക്കള് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്നും നടക്കുകയാണ്. ചെയ്യണ്ടേ ഇവര് ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്ന വ്യക്തികളാ. ഞാൻ വരണൂന്ന് കണ്ടപ്പോ എനിക്കറിയാം ഇവര് ചെയ്ത് നമ്മുടെ വന്ന അച്ഛനെ ചെയ്തത്. ഫോൺ വിളിച്ച് പറഞ്ഞ കാരണം അത് ഓറായി. അല്ലെങ്കിൽ എവിടെ ആവണത്. വേഗം അങ്ങോട്ട് മുറിക്കണം. കട്ടിംഗ് ബോർഡ് കൈ കട്ടിംഗ് ബോർഡ് അപ്പുറത്തുണ്ട്. അത് എടുക്കാത്തതിന് നീ ആരെ പറയണത്? അപ്പുറത്തെ സൈഡിൽ കഴുകി വെച്ചിട്ടുണ്ട്. നീ എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള മടിയനാണ് നീ. മടിയൻ. റെഡി ആയി. അത് ഇത് വെക്കണം, കൊറേ നേരം വെക്കണം. ചെയ്യാൻ പറഞ്ഞ സ്കൂളും ഞാൻ കൊട്ടിക്കും. വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ല. എങ്കിലും അവൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് മീറ്റ് മസാല ഉണ്ടായിരുന്നു. തപ്പിയപ്പോ കിട്ടി മീറ്റ് മസാല ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി സോയിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ നേരം വെച്ച് ചെയ്യാം. എന്നിട്ട് ഇതിനെ പാർട്ട് ഇത് പൊരിക്കാൻ തുടങ്ങിയ പിന്നെ കറി പൊരിക്കാൻ തുടങ്ങിയ കറി വെക്കാൻ കിട്ടില്ല. കാരണം എന്ത് തിന്നും ഇല്ലേ മാളു? അതവിടെ മസാല പുരട്ടി വെച്ചാൽ തന്നെ അങ്ങ് എടുത്ത് കഴിക്കും. മസാല അക്കണ്ട. അതന്നെ ഇവനെ നല്ല ഇഷ്ടമാണ്. എരിവുണ്ടാ? ഒരിക്കൽ വാങ്ങുന്നുണ്ടാകും മീറ്റ് മസാല ഇവിടെ ഇല്ലാമെന്നതാണ് കിട്ടി. ഞാൻ ചോദിച്ചത് ചിക്കൻ മസാല ചിക്കൻ മസാല ഇടണം, ഗരം മസാല ഇടണം. പഴയ അവിടെ പോയി മേടിക്കാം. നമ്മള് ഉള്ളതുണ്ട്. അവിടെ എന്താ ഉള്ള ഏലക്കണ്ട? ഞാൻ ഉണ്ടാക്കും. ഏലക്കായ്ക്ക് നമുക്ക് ഉണ്ടാക്കാട്ടോ. ഏലക്കായത്തിന് ആവശ്യമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു തന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. കണ്ട അതിപ്പോ കഴിയും. ഇനി വറുക്കും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ ഡയലോഗാണ് തിന്നോ അതൊക്കെ ഉണ്ടാക്കണല്ലോ. തിന്നോ അങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് തിന്നോ. എൻ്റെ അമ്മ ഞങ്ങളെ കുട്ടികളാകുമ്പോഴേ ഞങ്ങളുടെ അമ്മ ഇതിനാണ് അപ്പത്തിനാണോ എന്തിനാണ് കുമ്പളപ്പത്തിനാണോ അറിയില്ല മാവ് കളിക്കുന്നതാണോ. ഞാൻ കടനം കൂടി പോയിട്ട് ഇങ്ങനെ തോന്നി അതും എടുത്തില്ല. അപ്പൊ അമ്മ ഞങ്ങളോട് പറയും ഒരു കിണ്ണവിടെ എടുക്ക് അത് ഉണ്ടാക്കണ്ടല്ലോ പറയും. എണ്ണ പോലെ അങ്ങനെയല്ല ഞാൻ പറയണത്. ഞങ്ങൾ തിന്നാ പിന്നെ എനിക്ക് പണിയില്ലല്ലോ. ഇത് കുറച്ചു നേരം ഇരിക്കണം. 1 മണിക്കൂർ നേരം ഇരിക്കണം. ഇരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല. അവന് വിശക്കാൻ തുടങ്ങി. ഇത്തിരി ഉള്ളി ചതക്കി ഉപ്പേരി നമ്മുടെ അപ്പൂട്ടൻ. ഞാൻ ചിലപ്പോൾ അവിടെ എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രാത്രി ഞാൻ മിക്കതും കൊടുക്കുക. ബാലൻസ് ചോറ് ഞാൻ കൊടുക്കും. അത് ചോറിന് വന്ന് കിടക്കുകയാണ്. നിങ്ങളെക്കായൊക്കെ നല്ല നന്ദിയുണ്ടല്ലോ. ഞാൻ പോകുമ്പോൾ നോക്കിയാൽ പേടിച്ചു പോണ്. നല്ല നന്ദി. എത്ര അതിനെ പരിചയം അത് കണ്ടിട്ട് നിന്നെ കണ്ടിട്ടാ പേടി. പിന്നെ കണ്ടു പാർക്ക പേടി. അത് കടിച്ചാ പിന്നെ അമ്മ കടിക്കൊന്നുമില്ലടാ. കേട്ടത് ഇത് ചതഞ്ഞാടി. അപ്പൊ നമ്മൾ ഇതാണ് ഗൈസ് നമ്മുടെ യൂണിയൻ ടെറിട്ടറി. ഇതിനുള്ളിൽ അമ്മ പറയണത് മാത്രമേ നടക്കുള്ളൂ. ഇതാ അല്ല അമ്മ, ഇത് നിങ്ങളുടെ
കൊട്ടാരമല്ലേ നിങ്ങൾ പറഞ്ഞ നടക്കുള്ളൂ ഇവിടെ. ഇതെന്റെ സാമ്രാജ്യ അടുക്കള. യാ. എന്റെ അതായത് ഇവർക്ക് അതിലൊരു കാര്യമില്ല. ഞാനിതിന് രാവും പകലും കിടന്ന് കഷ്ടപ്പെടും. എന്നിട്ടോ ഇന്നിപ്പോൾ എന്താ പറ്റുകയെന്നറിയോ? ചിലപ്പോൾ ഉപ്പ് കൂടിയ ചീത്ത പറയും, എരിവ് കൂടിയ ചീത്ത പറയും. ഉപ്പ് കൂടി, എരിവ് കൂടി. അത് 1-2 പ്രാവശ്യം ക്ഷമിക്കാം. ഇതൊന്നും തന്നെയല്ലേ നിങ്ങൾ ഉപ്പ് കൂട്ടിയിരുന്നത്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അതൊക്കെ എനിക്ക് ശീലമായോണ്ടേ ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഞങ്ങൾ വർഷങ്ങളായിട്ട് നേരിടുന്നോണ്ട് കുഴപ്പമില്ല. അച്ഛനിപ്പോ 2 മാസം 2-3 5 മാസമായിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അച്ഛനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പൂടി കൊണ്ട് കഴിക്കില്ല. പക്ഷെ കുട്ടികൾ കഴിക്കും. കുട്ടികൾക്ക് എന്തായി? കുട്ടികൾ ഞാൻ എന്ത് കൊടുത്താലും കഴിക്കും. ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ട അച്ചൂട്ടാ അച്ചൂട്ടാ കണ്ട ഇവന്റെ പരിപാടി ഗൈസ്. ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. കണ്ട ഈ ഇതിന്ന് പച്ചക്കും കുറവ് തിന്നു, ഇപ്പോഴും ഇതാ കുറവ് തിന്നു. ഇതിങ്ങനെ എണ്ണയിട്ട് ഞാൻ ടേസ്റ്റ് അപ്പം ചിക്കൻ അപ്പം ടേസ്റ്റ്. എന്നാ നമുക്ക് പച്ചക്ക് തിന്നു. നമ്മളതൊന്നും ഇതാക്കി തിമ്മിട്ട ചിക്കൻ എന്തിനാടാ എൻ്റെ അച്ചുട്ട്? അത് വേവിച്ച് നടക്കന്നല്ലേ അങ്ങനൊക്കെ ഒരു സ്വഭാവമാണ് അവൻ്റെ പൊട്ട സമയം. ഇന്നവൻ്റെ ഇതൊക്കെ ക്ലിയർ ആവുമെന്ന് അറിയില്ല. അത് വേവാനുള്ള സമയമൊന്നും ഇല്ല. അവന് ചട്ടുകെടുക്കാനുള്ള സമയവും ഇല്ല. നമ്മളെ നാടൻ സോയ സോസ് ഇല്ലമ്മ. അല്ല സോറി, ടൊമാറ്റോ സോസ് ഇല്ലമ്മ. ടൊമാറ്റോ സോസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ കുട്ടികൾ പറഞ്ഞ കാരണം കൊണ്ട് എനിക്കത് ഉണ്ടാക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. ചില്ലി സോസ് ഇല്ല, സോയ സോസ് ഇല്ല, അല്ല തക്കാളി സോസ് ഇല്ല, ഒന്നുമില്ല. തക്കാളി സോസ് ഇല്ല, ടൊമാറ്റോ സോസ് അപ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും അതുപോലെ ഒന്നും ആയില്ലെങ്കിൽ ഏകദേശം ഞാൻ ഈ തക്കാളിനെ ഒരു പഞ്ചസാര അടിക്കും മിക്സ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല അത് അത്രത്തോളം ആയത്. ആർക്കും നിലപ്പൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ എന്ത് ചെയ്യും? കുട്ടികൾ പറഞ്ഞാൽ അവർ നല്ലോണം ചീത്ത പറയില്ല. പക്ഷെ ഇതുപോലെയുള്ള ചീത്ത പറയുന്നല്ല കാർത്തി കൊണ്ടൊക്കെ അറിയും. ഞാൻ പരീക്ഷിച്ച് നോക്കി ചെയ്തു കൊടുക്കുകയും ചെയ്യും. നമുക്ക് അമ്മ നല്ലതല്ലോ ഞാൻ നല്ല കളി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നല്ല അടി കൊടുക്കും. കാർത്തിയും കൊണ്ടൊക്കെ അറിയാ. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മാത്രമേ ഞങ്ങളിങ്ങനെ ചെയ്തു. കാരണം ഇവിടെ പിന്നാലെ പോലെ ഓടും. പിന്നാലെ ഓടാൻ എനിക്ക് പറ്റും. അതുപോലെയുള്ള ഓരോരോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഞാൻ വേണ്ടതൊന്നും ഇട്ടിട്ടില്ല. പെരിഞ്ചീരകം, കുരുമുളക്, ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല. അത് ഇടാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെരിഞ്ചീരകത്തിന്റെ പൊടിയൊന്നും ഇല്ല. അത് ഇതെന്തിനാ അടുപ്പത്ത് വെച്ചിരിക്കണ ഈ സംഭവം? പെരി എന്ത് പയറാ? അത് പഴുത്താ? ഇത് ഞങ്ങളുടെ പറമ്പിൽ ഇവിടെ ഉണ്ടായ പഴമാണ്. അയ്യോ നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ തന്നെ പഴം വിരോധിയാണ്. പഴം കഴിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പും ഉണ്ട്. വിശപ്പുകൊണ്ട് കഴിക്കണം. ഇതായിക്കൊണ്ടിരിക്കുന്നു. ഇതാ കൊട്ടി അത്. അപ്പോൾ നമ്മളിതിലേക്ക് നല്ല പേസ്റ്റിലേക്ക് നമ്മൾ സോയ വറുത്ത് വെച്ചിരിക്കുന്നത് കൊട്ടി. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇടും, മല്ലിയില ഇടും. അത്രേ ഉള്ളൂ. കഴിഞ്ഞ കഴിക്കാനല്ലേ? കഴിഞ്ഞു. ഇനി ഇത് കഴിക്കുക. ഇനി ഇതിൽ കുറച്ച് അത് ഞാൻ കാണിക്കാം. ഇപ്പം കഴിയട്ടെ. വേഗം ഇത്തിരി മല്ലിയില ഇങ്ങനെ സോമ കരിയാപ്പില കഴുകിയിട്ട് ഈ ബോക്സിൽ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. എന്നാലും ഒന്ന് കഴുകാം. കാണുമ്പോ തന്നെ തിന്നട്ടെ അമ്മേ, തിന്നട്ടെ അമ്മേ. അങ്ങനെ തിന്നണ്ട അമ്മേ, എല്ലാവർക്കും വേണം അമ്മേ. ഇത്ര നേരം തിന്നേൻ്റെ മനസ്സിലായ
വേഗം കൊട്ട് നമുക്ക് ഈ കറിവേപ്പിലിനെ വേണം ഒന്ന് അപ്പേ കറിവേപ്പില അവർ എടുത്ത് കളയും, അത് കളയാൻ പാടില്ല. ഞങ്ങളെടുത്ത രണ്ടും ഇതാക്കണ്ടേ ലാസ്റ്റ് എന്നിട്ട് നമ്മളിതിലേക്ക് മല്ലിയിലും കറിവേപ്പിലും ഇട്ടു. ഒന്നും അതിൽ പറയണില്ല, ഇതൊക്കെ ഞങ്ങളെ ഓൺ ക്രിയേഷൻ ആണ്. ഈയൊരു തുള്ളി വെള്ളം നമ്മൾ ഒഴിക്കാം. ഇങ്ങനെ മതി, ഇനി വെള്ളം ഒഴിക്കണം. നിങ്ങൾ പൊളിയാണല്ലോ. സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ പറഞ്ഞതല്ലേ. അപ്പം നമ്മൾ ആ പറഞ്ഞതൊക്കെ ഇട്ടതാണല്ലോ അല്ലേ, നമ്മൾ യൂട്യൂബിൽ കണ്ടതാട്ടോ. പക്ഷെ അതിൽ പറഞ്ഞ സാധനങ്ങളൊന്നും വീട്ടിലില്ല, എങ്കിലും ഞാനത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഓഫ് ചെയ്തോ. തക്കാളി സോസ് ഒഴിച്ചോളെ തന്നെ ഉണ്ട്. തക്കാളി സോസ് പോലെ തന്നെ ഉണ്ട് അല്ലേ. മതി, എല്ലാവർക്കും വേണം. നീ എന്നെ ഒന്ന് അനുമോദിക്കുക പോലും ചെയ്യണ്ടല്ലോ അടച്ചിട്ടാ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി തന്നിട്ട്. ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല, സാധനം കിട്ടി അവർ സുഖമായിട്ട് പോയിരുന്ന് കഴിക്കും. ഉണ്ടാക്കുന്നത് വളരെ സന്തോഷം. സൂപ്പർ, അടിപൊളി. അതാണ് നമ്മുടെ സോയ, എന്താണ് അതിൻ്റെ പേര്? സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ. എങ്ങനെയുണ്ട്? ചിക്കൻ അല്ലേ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും.